കഥ തുടങ്ങുന്നത് റിയൂക്ക് എന്നൊരു ജീവിയിൽ നിന്നാണ്. ഇവരെ ഷിനിഗാമി എന്നാണ് വിളിക്കുന്നത്, അതായത് മരണത്തിന്റെ ദൈവങ്ങൾ. ഒരു പണിയുമില്ലാത്ത വെറും ശൂന്യമായ ഷിനിഗാമി റെൽമിലാണ് ഇവരുടെ താമസം. അവിടെ ഉറങ്ങുക, ചൂതാടുക, ഇടയ്ക്കൊക്കെ മനുഷ്യരെ കൊല്ലുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി. ഓരോ ഷിനിഗാമിയുടെ കയ്യിലും ഒരു ഡെത്ത് നോട്ട് കാണും. ആ ബുക്കിൽ ഒരു മനുഷ്യന്റെ പേരെഴുതുകയും അവരുടെ മുഖം മനസ്സിൽ വിചാരിക്കുകയും ചെയ്താൽ ആ നിമിഷം അവർ മരിക്കും. നമ്മുടെ റിയൂക്കിന് ഒരു ദിവസം വല്ലാതെ ബോറടിച്ചു. അതുകൊണ്ട് അവൻ മനഃപൂർവ്വം തന്റെ ഡെത്ത് നോട്ട് മനുഷ്യരുടെ ലോകത്തേക്ക് ഇട്ടുകൊടുത്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജപ്പാനിലെ ഒരു സൈക്കോയുടെ കയ്യിൽ അത് കിട്ടുകയും ചെയ്തു. ലൈറ്റ് യഗാമി എന്ന ഹൈസ്കൂൾ സ്റ്റുഡന്റ് ഈ ബുക്ക് ആകാശത്തുനിന്ന് വീഴുന്നത് നേരിട്ട് കണ്ടതാണ്. 1-2 തവണ ടെസ്റ്റ് ചെയ്തപ്പോൾ സംഭവം റിയൽ ആണെന്ന് അവന് മനസ്സിലായി. പിന്നെ അങ്ങോട്ടൊരു കൊലപാതക പരമ്പരയായിരുന്നു. ലോകത്തെ ക്രിമിനലുകളെ മുഴുവൻ അവൻ തീർക്കാൻ തുടങ്ങി. ഈ ബുക്ക് ഉപയോഗിച്ച് പല രീതിയിൽ കൊല്ലാൻ പറ്റുമെങ്കിലും ലൈറ്റിന്റെ ഇരകളെല്ലാം മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നാണ്. ഈ മരണങ്ങളെല്ലാം കണക്റ്റഡ് ആണെന്ന് ലോകം അറിയണമെന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. ഒരാൾ തങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടെന്നറിഞ്ഞാൽ സമൂഹം മര്യാദയ്ക്ക് ജീവിക്കും എന്നവൻ വിശ്വസിച്ചു. റിയൂക്കിന് ഇതൊക്കെ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ലൈറ്റ് പകൽ സ്കൂളിൽ പോകും, രാത്രി ക്രിമിനലുകളെ കൊല്ലും. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കുകൾക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് പബ്ലിക്കിന് തോന്നിത്തുടങ്ങി. ആളുകൾ അവനെ കീറ എന്ന് വിളിച്ചു. ഇത് ലോകപ്രശസ്തനായ ഡിറ്റക്റ്റീവ് എല്ലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതുവരെ തന്റെ മുഖം ആരെയും കാണിക്കാതെ എല്ലാ കേസുകളും സോൾവ് ചെയ്തിട്ടുള്ളയാളാണ് എൽ. ICPOയുടെ സഹായത്തോടെ എൽ ആദ്യമായി ലൈവ് ടിവിയിൽ വരികയും കിറ ഒരു ഈവിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന ലൈറ്റ് ആ നിമിഷം തന്നെ ടിവിയിലുള്ള ഡിറ്റക്റ്റീവിനെ കൊന്നു. പക്ഷേ അതൊരു കെണിയായിരുന്നു. ഒന്നാമത്തെ കാര്യം, ലൈറ്റ് കൊന്നത് ഒറിജിനൽ എല്ലിനെയല്ല. രണ്ടാമത്തെ കാര്യം, ഈ ബ്രോഡ്കാസ്റ്റ് ജപ്പാനിലെ കാന്റോ റീജിയനിൽ മാത്രമായിരുന്നു കാണിച്ചത്. അപ്പോൾ കിര ആ ഏരിയയിലുള്ളയാളാണെന്ന് എൽ കൺഫേം ചെയ്തു. അപമാനിതനായ ലൈറ്റ് എല്ലിനെ എങ്ങനെയെങ്കിലും കൊല്ലുമെന്ന് ശപഥം ചെയ്തു. എൽ ജപ്പാനിലെ പോലീസ് സേനയായ NPAയുമായി ചേർന്ന് അന്വേഷണം തുടങ്ങി. കിര ഒരു സ്റ്റുഡന്റാണെന്ന് എൽ സംശയിച്ചു. എന്നാൽ ലൈറ്റിന്റെ അച്ഛൻ സൊയിച്ചിറോ യഗാമി ഈ ടീമിലെ ഒരു ഓഫീസറായിരുന്നു. അച്ഛന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് ലൈറ്റ് പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കി. ഡിറ്റക്റ്റീവ്സിനെ കുഴപ്പിക്കാൻ ലൈറ്റ് ഡെത്ത് നോട്ട് ഉപയോഗിച്ച് മരണങ്ങൾ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യാൻ തുടങ്ങി. ഇത് പോലീസുകാരും എല്ലും തമ്മിലൊരു തർക്കത്തിന് കാരണമായി. പിന്നീട് എൽ 12 FBI ഏജന്റുമാരെ വെച്ച് പോലീസ് ഓഫീസേഴ്സിനെ നിരീക്ഷിച്ചു. ലൈറ്റിനെ ഫോളോ ചെയ്തത് റേ പെമ്പർ എന്ന ഏജന്റായിരുന്നു. ബുദ്ധിപൂർവ്വം ലൈറ്റ് റേ പെമ്പറിനെ ട്രാപ്പ് ചെയ്തു കൊന്നു. ഇത് കാരണം അമേരിക്ക ഈ കേസിൽ നിന്ന് പിന്മാറി. അവസാനം വിശ്വസ്തരായ 5 ഓഫീസർമാരോടൊപ്പം എൽ നേരിട്ട് മീറ്റിംഗ് നടത്തി. കൊല്ലപ്പെട്ട റേ പെമ്പറിന്റെ ഫിയോൺസെ നവോമി മിസോറ സ്വന്തമായൊരു അന്വേഷണം നടത്തി. ഹാർട്ട് അറ്റാക്ക് കൂടാതെയും കിരയ്ക്ക് കൊല്ലാൻ കഴിയുമെന്ന് അവൾ കണ്ടെത്തി. പക്ഷേ ലൈറ്റ് അവളെ സമർത്ഥമായി ഒഴിവാക്കി. നവോമിയുടെ തിരോധാനം ലൈറ്റിലേക്ക് വീണ്ടും എല്ലിന്റെ ശ്രദ്ധയെത്തിച്ചു. അവൻ ലൈറ്റിന്റെ വീട്ടിൽ രഹസ്യമായി ക്യാമറകൾ വെച്ചു. എന്നാൽ പൊട്ടാറ്റോ ചിപ്സ് പാക്കറ്റിനുള്ളിൽ ഒരു ചെറിയ TV ഒളിപ്പിച്ചുവെച്ച് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ലൈറ്റ് ആളുകളെ കൊന്നു. ലൈറ്റ് ഒരു പെർഫെക്റ്റ് സ്റ്റുഡന്റായി അഭിനയിച്ചത് എല്ലിന് കൂടുതൽ സംശയം നൽകി. പിന്നീട് ലൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നപ്പോൾ എൽ നേരിട്ട് അവന്റെ അടുത്ത് ചെന്ന് താൻ എൽ ആണെന്ന് വെളിപ്പെടുത്തി. ഇത് ലൈറ്റിനെ ഷോക്കടിച്ചു. കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ കൊല്ലാൻ ലൈറ്റിന് പറ്റില്ല. ഇതിനിടയിലാണ് സെക്കൻഡ് കിരയുടെ എൻട്രി. മിസ അമേന എന്ന പെൺകുട്ടിക്ക് മറ്റൊരു ഡെത്ത് നോട്ട് കിട്ടി. അവൾക്ക് ഷിനിഗാമി ഐസ് ഉണ്ടായിരുന്നു. അതായത് ഒരാളുടെ മുഖം നോക്കിയാൽ അവരുടെ പേരും ആയുസ്സും അവൾക്കറിയാൻ പറ്റും. ലൈറ്റിനോടുള്ള ആരാധന മൂലം അവൾ അവനെ തേടിപ്പിടിച്ചു. പക്ഷേ ഉടൻ തന്നെ മിസായെ എൽ അറസ്റ്റ് ചെയ്തു. അവളെ രക്ഷിക്കാൻ ലൈറ്റ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അവൻ സ്വന്തം ഡെത്ത് നോട്ട് ഉപേക്ഷിച്ച് മെമ്മറി കളഞ്ഞു. വേറൊരു ബിസിനസ്സുകാരന് ബുക്ക് കിട്ടാൻ ഏർപ്പാട് ചെയ്തു. താൻ ജയിലിലായിരിക്കുമ്പോഴും മരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് കാണിച്ച് ലൈറ്റ് നിരപരാധിത്വം തെളിയിച്ചു. പിന്നീട് ആ ബിസിനസ്സുകാരനെ പിടിച്ച് ബുക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ലൈറ്റിന് മെമ്മറി തിരിച്ചു കിട്ടി. അവസാനം മിസായെ രക്ഷിക്കാനായി ഷിനിഗാമിയായ റെമ്മിനെ കൊണ്ട് എല്ലിനെയും വാട്ടറിയെയും ലൈറ്റ് കൊലപ്പെടുത്തി. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി കൊല നടത്തിയാൽ ഷിനിഗാമി മരിക്കും. അങ്ങനെ റെം മരിച്ചു, എല്ലും തീർന്നു. അടുത്ത 5 വർഷം ലൈറ്റ് പുതിയ ലോകത്തിന്റെ ദൈവമായി വാണു. എല്ലിന്റെ മരണവിവരം അവൻ രഹസ്യമാക്കി വെച്ചു. പക്ഷേ ഇതിനിടയിൽ എൽ വളർന്ന ഓർഫനേജിലേക്ക് ഈ വിവരം എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ എല്ലിന് പകരം വരാൻ കാത്തിരിക്കുന്ന 2 മിടുക്കന്മാരുണ്ടായിരുന്നു, നിയ പിന്നെ മെല്ലോ. നിയ പാവമായിരുന്നു, പക്ഷേ മെല്ലോയ്ക്ക് കുറച്ച് ദേഷ്യം കൂടുതലായിരുന്നു. ഇവർ തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. ലൈറ്റ് ഇപ്പോൾ പോലീസിലെ വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നിയായ്ക്ക് ലൈറ്റിനെ സംശയമായിരുന്നു. അമേരിക്കൻ ഗവൺമെന്റിന്റെ സഹായത്തോടെ നിയ ഒരു പുതിയ ടീമുണ്ടാക്കി. ഇതിനിടയിൽ
മെല്ലോ ഒരു കള്ളക്കൂട്ടവുമായി ചേർന്ന് ലൈറ്റിന്റെ അനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി. ആ അത്ഭുത പുസ്തകം ഡെത്ത് നോട്ട് കിട്ടാനായിരുന്നു ഇത്. ലൈറ്റിന്റെ അച്ഛൻ സോയിച്ചിറോ തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ആയുസ്സിന്റെ പകുതി കൊടുത്ത് ഷിനിഗാമി ഐസ് വാങ്ങി. അദ്ദേഹം ആ പുസ്തകം തിരിച്ചുപിടിച്ചു. പക്ഷെ മെല്ലോയെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ലൈറ്റിന്റെ അച്ഛൻ മരിച്ചുപോയി. മരിക്കുമ്പോഴും തന്റെ മകൻ ലൈറ്റ് അല്ല കീര എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പിന്നീട് കഥ വല്ലാതെ കോംപ്ലിക്കേറ്റഡായി. നീയായും മെല്ലോയും ചേർന്ന് ലൈറ്റിനെ കുടുക്കാനൊരു പ്ലാനിട്ടു. ലൈറ്റ് ഇതിനിടയിൽ മിക്കാമി എന്നൊരാളെ തന്റെ സഹായിയായി കൂട്ടി. മിക്കാമിയായിരുന്നു ലൈറ്റിനു വേണ്ടി ആളുകളെ കൊന്നിരുന്നത്. നീയ മിക്കാമിയെ രഹസ്യമായി നിരീക്ഷിച്ചു. ഒരു ദിവസം നീയായും ലൈറ്റും നേരിട്ട് കാണാൻ തീരുമാനിച്ചു. മിക്കാമി ഒളിച്ചിരുന്ന് നീയായുടെയും ബാക്കിയുള്ളവരുടെയും പേര് പുസ്തകത്തിൽ എഴുതും എന്നായിരുന്നു ലൈറ്റിന്റെ വിചാരം. പക്ഷേ നീയ ബുദ്ധിപൂർവം മിക്കാമിയുടെ കയ്യിലുള്ള ഒറിജിനൽ പുസ്തകം മാറ്റി ഒരു ഡ്യൂപ്ലിക്കേറ്റ് പുസ്തകം അവിടെ വെച്ചു. മിക്കാമി എല്ലാവരുടെയും പേരെഴുതിയിട്ടും ആരും മരിച്ചില്ല. താൻ ജയിച്ചു എന്ന് കരുതി നേരത്തെ തന്നെ ലൈറ്റ് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. അതോടെ ലൈറ്റ് തന്നെയാണ് കീര എന്ന് എല്ലാവർക്കും മനസ്സിലായി. ലൈറ്റ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ ലൈറ്റിന്റെ കൂടെയുണ്ടായിരുന്ന ഭൂതം റിയൂക്ക് വിചാരിച്ചു, ഇനി ഇവനെക്കൊണ്ടൊരു കാര്യവുമില്ല. റിയൂക്ക് തന്റെ പുസ്തകത്തിൽ ലൈറ്റിന്റെ പേരെഴുതി. അങ്ങനെ ലൈറ്റ് മരിച്ചു. ഇതോടെ ആ മാരകമായ പുസ്തകത്തിന്റെ കഥ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.